കേരളത്തിലുള്ള മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പുകൾ പലതവണ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള, ഏറ്റവും വ്യക്തമായിട്ടുള്ള മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങളോട് പറയാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി തന്നെ കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, പണ്ടെപ്പോഴോ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള കടക്കു പുറത്ത് എന്ന് പറയുന്ന വാചകമാണ് ഇവർ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ആ കടക്ക് പുറത്ത് എന്ന് പറയുന്ന വാചകവും അതിന് ഏറ്റവും ഒടുവിൽ അദ്ദേഹം വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറയുന്ന വാചകവും ഒക്കെ തന്നെ വലിയ തോതിൽ ആളുകൾ ചർച്ചാ വിഷയമാക്കിയിരുന്നു. അതൊക്കെ ചർച്ചാ വിഷയമാക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്, ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം, പിണറായി വിജയൻ്റെ പോസ്ട്രേറ്റ് ക്യാൻസർ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിൽക്കാൻ തന്നെ കുറേ സമയം ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അതുപോലെ യൂറിൻ ലീക്കേജൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോഴുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാൾ സ്വാഭാവികമായിട്ട് ഒരു പ്രസംഗിച്ചുകൊണ്ട് നിൽക്കും. ഇനി അല്ലെങ്കിൽ പോലും നമ്മളൊരാൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ സൈഡിൽ നിന്നിട്ട് ഒരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഫ്ലോ തെറ്റുകയും നമ്മൾ വളരെ തോതിൽ ഇറിറ്റേറ്റഡ് ആവുകയൊക്കെ ചെയ്യും. ഈ പിണറായി വിജയൻ്റെയൊക്കെ നിതാന്ത വിമർശകനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റൊക്കെ തന്നെ അദ്ദേഹം ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ ആളുകളെ തെറി വിളിക്കും എന്നൊക്കെ ഉള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത്രമാത്രം സഹിഷ്ണുതയില്ലാത്ത ആളുകളാണ് പിണറായി വിജയനെ കുറ്റം പറയുന്നത്. പക്ഷേ അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ വെച്ചിട്ടാണ് അവരെ ഒരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞാൽ 2-3 വട്ടം ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞുപോയി. അദ്ദേഹത്തിന് അഭിനയിക്കാനൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു 82 വയസ്സുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു എന്ന് നമ്മളത് വിചാരിച്ചാൽ മതി. അതിനുശേഷം ഈ പറയുന്ന മാധ്യമപ്രവർത്തകരൊക്കെ കൂടി ആ കേട്ട ആളെ ചെന്ന് കണ്ടു. അപ്പോൾ അയാളും പറഞ്ഞു, എൻ്റെ ഒരു ഔചിത്യമില്ലായ്മയാണ്, ഞാനങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അത് അവിടെ വെച്ച് വിടുന്നതിന് പകരം അങ്ങനെ പോലും വിടാൻ പറ്റില്ല, പകരം ഇത് ഞങ്ങൾ ശരിപ്പെടുത്തിയിട്ടേ അടങ്ങുള്ളൂ, വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് പറഞ്ഞത്. എനിക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത്, നമ്മുടെ വീട്ടിലൊരു 80 വയസ്സ് കഴിഞ്ഞ് 82 വയസ്സ് കഴിഞ്ഞ് ഒരു കാർന്നവരായിട്ടുള്ള ആൾ ചിലപ്പോൾ എന്തെങ്കിലും ഇത്തരത്തിൽ പെട്ടെന്നൊരു ദേഷ്യം വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാലോ, അല്ലെങ്കിൽ വലിയ അസുഖങ്ങളുള്ള ഒരാൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇത്രമാത്രം ദേഷ്യപ്പെടലൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ കടക്കു പുറത്തും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റെടുക്കുകയും അത് വളരെ കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയേണ്ട, അദ്ദേഹം ജി സുധാകരനെ കുറിച്ച് രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് പറഞ്ഞത് രാഷ്ട്രീയം കട്ട് ചെയ്തു, തരവും കട്ട് ചെയ്തതിന് ശേഷം ചെറ്റ എന്നുള്ളൊരു പ്രയോഗം മാത്രമാക്കി മാറ്റി. ഇതൊക്കെ തന്നെ വളരെ ട്രിവിയലായിട്ടുള്ള നിസ്സാരമായ വിഷയങ്ങൾ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് ഒരു ഇമേജ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ, അതായത് കർക്കശക്കാരനായ, ധിക്കാരിയായ, അഹങ്കാരിയായ, ആളുകളോട് മോശമായി പെരുമാറുന്ന ഒരാളാണെന്ന് പറയുന്നത് ഒരു ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ ശ്രമമായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയുമ്പോൾ തന്നെ ഈ പറയുന്ന കാര്യം പക്ഷേ ജനങ്ങളിലേക്ക് എത്തി, ജനങ്ങളെ കുറേ പേര് വിശ്വസിച്ചു എന്നുള്ളതൊരു വാസ്തവമാണ്. അതെല്ലാം തന്നെ മാധ്യമ അജണ്ടയായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതേസമയം തന്നെ കെ സുധാകരൻ ഇദ്ദേഹത്തെ ഒരു ചെറ്റ മുഖ്യമന്ത്രി എന്ന് വിളിച്ചത് ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. KPC പ്രസിഡന്റും VD സതീശനും തമ്മിൽ ഈ മൈ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തൊക്കെ തന്നെ അത്ര വലിയ ചർച്ചയാകാതെ പോയി എന്നുള്ളത് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പിക്ക് ആൻഡ് ചൂസാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ എനിക്കിപ്പോൾ ഈ അടുത്തിടെ നടന്നിട്ടുള്ള 1-2 സംഭവങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇത്തരത്തിലുള്ളൊരു വലിയ നിർമ്മിതി നമ്മൾ നടത്തുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു മാധ്യമപ്രവർത്തകരോട് അവർ ക്ഷണിക്കാത്ത സ്ഥലത്ത് ചെന്നപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര വലുതായിട്ട് കാണിക്കുന്നതെങ്കിൽ ജി സുധാകരൻ എത്ര തവണയാണ് മാധ്യമപ്രവർത്തകരോട്, നിങ്ങളെ ഞാൻ ക്ഷണിച്ചിട്ട് വന്നതല്ല, നിങ്ങൾ വലിഞ്ഞു കയറി വന്നതല്ലേ, നിങ്ങൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, നിങ്ങൾ മര്യാദകൾ എന്നോട് കാണിക്കരുത്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കണമെന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം അസഹിഷ്ണുതയോടുകൂടിയാണ് ജി സുധാകരൻ പലവട്ടം പെരുമാറിയിട്ടുള്ളത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. പക്ഷേ ഇതൊന്നും തന്നെ മാധ്യമങ്ങൾ വലിയ ചർച്ചാ വിഷയമാക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൊജക്ഷൻ കൊടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു മാധ്യമ അജണ്ടകൾ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ജി സുധാകരൻ്റെയൊക്കെ കാര്യത്തിൽ അദ്ദേഹം വളരെ മോശമായി മാധ്യമപ്രവർത്തകരോട് പെരുമാറിയിട്ടും നിങ്ങളിവിടെ വന്ന് ഒളിഞ്ഞു നോക്കുകയാണ് എൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയിട്ട് പോലും മാധ്യമങ്ങൾക്കാർക്കും തന്നെ അതിനോടൊരു പ്രതിഷേധമില്ലാതെ പോയത്, തെരഞ്ഞെടുപ്പിനും പോലും പ്രതിഷേധമില്ലാതെ പോയത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്. ഇത്തരത്തിൽ സെലക്റ്റീവായി നമ്മൾ എന്ത് ഭക്ഷിക്കണമെന്ന് അവർ തീരുമാനിച്ച് അവർ നമുക്ക് തരുന്നത് മാത്രം നമ്മുടെ മൈൻഡിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതും നമുക്കൊക്കെ വേണമെങ്കിൽ പോട്ടെ, 70 വയസ്സ് കഴിഞ്ഞ് 75 വയസ്സ് കഴിഞ്ഞ ഒരാളല്ലേ എന്ന് വിചാരിച്ച് മാധ്യമങ്ങൾ കാണിച്ച ദയവായിരിക്കും നമുക്ക് വിചാരിക്കാം. പക്ഷേ അങ്ങനെ വിചാരിക്കണമെന്ന് തെറ്റൊന്നുമില്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം,
അങ്ങനെ വിചാരിക്കുമ്പോൾ അതൊരിക്കലും പിണറായി വിജയനോട് കാണിച്ചിട്ടില്ല എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അതും പോട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ വണ്ടിയിൽ കയറ്റി എന്നുള്ളതാണ് വലിയ വിമർശനമായി കണ്ടിട്ടുള്ളത്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്താലും വലിയ വിമർശനമായി കാണാം. എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളരെ കൃത്യമായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനൊരു പ്രസ്താവന ഇറക്കുകയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ തള്ളിക്കളയുകയും ചെയ്തതിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ ഒരു അയ്യപ്പ സംഗമത്തിന് വരാൻ വേണ്ടി നിൽക്കുമ്പോൾ അങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ കാറ് മാത്രമേ ഒരു 400-500 മീറ്റർ കൂടി കടത്തിവിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം 80 വയസ്സ് കഴിഞ്ഞ ഒരാളിലേക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റിയതുകൊണ്ട് നിലപാടൊന്നും മാറുന്നില്ലല്ലോ. പക്ഷേ കാറിൽ കയറ്റിയതിനെ തന്നെ വലിയ വിഷയമാക്കി അവതരിപ്പിക്കുകയും അദ്ദേഹത്തെ ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് ഒരു പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നതിനൊക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമാക്കുകയും ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ മാധ്യമങ്ങൾ വളരെ ചുളിവിൽ വിട്ടുകളഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സുധാകരൻ അദ്ദേഹത്തെ വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ടിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയാനുള്ള കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അത് പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം MLA ആയതിനു ശേഷം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ ചെന്ന് ഷോൾ അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങ് കൂടി കണ്ടു. ഇതിനോട് മാധ്യമങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ സുധാകരൻ ഷോൾ അണിയിച്ച് ആദരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമമില്ലേ? ഈ വർഗീയത പറഞ്ഞുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശനെ എന്തിനാണ് സുധാകരൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുന്നില്ലേ? അല്ലെങ്കിൽ സുധാകരനെ നിങ്ങൾ തള്ളിപ്പറയണ്ടേ? അല്ലെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്യണ്ടേ? തള്ളിപ്പറയണ്ടേ? ഇതിൽ ആർക്കും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാത്ത എന്തുകൊണ്ടാണ്? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വളരെ സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് ഉപോത്ബലകമായി നിരവധി കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഋഷി സുനക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനായിരുന്നു. നമുക്കെല്ലാം അറിയുന്ന പോലെ ഇൻഫോസിസിൻ്റെ ചെയർമാനായിരുന്ന നാരായണമൂർത്തിയുടെ മകളെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം വന്നിരുന്നു. ആ വിമർശനം അദ്ദേഹം ഒരു അഡിഡാസിൻ്റെ സ്നീക്കേഴ്സ് ഇട്ടുകൊണ്ട് ഒരു ആളുമായി സംസാരിക്കുന്ന ഫോട്ടോ പുറത്തേക്ക് ഇട്ടുകൊണ്ടാണ്. അപ്പോൾ ആ ഫോട്ടോ അഡിഡാസിൻ്റെ സ്നീക്കേഴ്സ് എന്ന് പറയുന്നത് താരതമ്യേന, ഇപ്പോൾ സാധാരണ ആളുകളെ സംബന്ധിച്ച് അത് തന്നെ നല്ല ഷൂ ആണ്. പക്ഷേ താരതമ്യേന അദ്ദേഹത്തെ പോലെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറായിട്ടുള്ള ഒരാൾ, വലിയ സമ്പന്നനായിട്ടുള്ള ഒരാൾ അത്തരത്തിലൊരു സാധാരണ ഷൂ ഇട്ടുകൊണ്ട് ആളുകളുടെ മുമ്പിൽ ഒരു സാധാരണക്കാരനാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു നാട്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രിട്ടനിൽ വലിയ പ്രചരണം അഴിച്ചുവിട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ സെലക്റ്റീവായി അയാളെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അയാളെ മോശക്കാരനാക്കാൻ വേണ്ടി കാണുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉപയോഗിക്കുക എന്ന് പറയുന്ന വളരെ നിസ്സാരമായ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുധാകരൻ പൊന്നാട അണിയിച്ച് വെള്ളാപ്പള്ളി നടേശനെ സ്വീകരിക്കുമ്പോൾ അതിലൊരു കുഴപ്പവുമില്ല. പകരം പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റുമ്പോൾ അത് വലിയ കുഴപ്പമാകുന്നതും അതുകൊണ്ടാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇതുപോലെയുള്ള കുതന്ത്രങ്ങളിലൂടെയാണ് നമ്മുടെ മീഡിയകൾ നമ്മളെക്കൊണ്ട് വാർത്തകൾ കാണിപ്പിക്കുകയും സഖാക്കളെപ്പോലും മാറ്റി ചിന്തിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.